യോഗ ഒരു ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ഒരു മഹാവിദ്യയാണ്. അതിനൊരു പഠിപ്പിച്ചു തന്ന ഗുരുക്കന്മാരോടും ആ പരമ്പരയോടും ഒരു സ്നേഹവും അതുപോലെ ഒരു ബഹുമാനവും ഒക്കെ എന്നും ഉണ്ടാവണം. ഇത് ആരാണോ അവസരം കൊടുത്തത്, ആരാണോ പഠിപ്പിച്ചത്, അവർക്ക് എതിരായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇന്ന് ഈ പഠിപ്പിക്കുന്ന യോഗ ടീച്ചർമാര് അവരിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഈ നാശം സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു വിദ്യ പഠിപ്പിച്ചു തന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് ആ വിദ്യയുടെ ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയായിട്ട് കിട്ടിയിട്ടുള്ള ഈ ജ്ഞാനത്തിന് നമ്മളൊരു നിമിത്തം മാത്രമാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നമ്മളോട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയണം, ഞാനൊരു നിമിത്തം മാത്രമാണ്. എന്നിലുള്ള ഞാൻ ക്ലാസ് എടുത്തു, ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടായി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം ആ വിദ്യ നമ്മളിലൂടെ ഒരു നിമിത്തമായിട്ട് പ്രവർത്തിച്ചതാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അവകാശം നമുക്ക് ഉള്ളതല്ല, അത് ആ പരമ്പരയ്ക്കുള്ളതാണ്. അങ്ങനെ ഒരു പരിപൂർണ സമർപ്പണത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വിദ്യ കൈകാര്യം ചെയ്യുന്ന നമ്മളും കുറച്ചൊരു സത്യസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, സത്യസ്വരൂപനുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് പ്രാപ്തനാകുള്ളൂ. അതിനുള്ളൊരു യോഗ്യത നമ്മളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് സത്യസ്വരൂപമാണ്. സത്യസ്വരൂപൻ എന്നാണ് ഭഗവാനെ പറയുക, ഈശ്വരനെ പറയുക, ആ ദൃശ്യമായിട്ടുള്ള ചൈതന്യത്തിനെ പറയുക. അപ്പം നമ്മളിൽ സത്യത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സത്യസ്വരൂപൻ നമ്മളെ സംരക്ഷിക്കുള്ളൂ. അല്ലെങ്കിൽ ആ സത്യസ്വരൂപൻ്റെ ഒരു അംശമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനും നിലനിൽക്കാനും സാധിക്കുള്ളൂ. ഇത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മളിവിടെ ജനിച്ചിട്ടുള്ളത്. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നതൊക്കെ. പക്ഷെ അതിലൊന്നും ഈ ഭഗവാനുമായിട്ട് കണക്ഷനുള്ള ഒന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ എങ്ങനെ നമ്മളെ സംരക്ഷിക്കുക? അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സത്യത്തിൻ്റെ അംശം ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറയണം, ഞാൻ സത്യമാണ്, സത്യമയി, ഓർമ്മിപ്പിക്കണം. അതുപോലെ ഞാൻ ചൈതന്യ സ്വരൂപത്തിൻ്റെ ഒരു അംശമാണ്, ചൈതന്യമയി, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. അതുപോലെ ആനന്ദസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ് ഭഗവാൻ, അതിൻ്റെ ഒരു അംശമാണ് നമ്മൾ. ആനന്ദമയി എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. ആ പരമാത്മാവിനെ നമ്മൾ ഓർക്കണം, പരമേ എന്ന് ഓർമ്മിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈ മന്ത്രം അങ്ങനെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഏത് സമയത്തും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ജപം കഴിഞ്ഞാൽ ധ്യാനം, ധ്യാനം കഴിഞ്ഞാൽ ജപം കഴിഞ്ഞാൽ ധ്യാനം. എപ്പോഴും ഈ ഒരു ഓർമ്മ ഉണ്ടാവണം നമ്മളിൽ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, നമ്മളിൽ പൈശാചികത വന്ന് കയറും. നമ്മൾ മനുഷ്യനല്ലാതെയാവും. ഈ പ്രകൃതിക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് യോഗമല്ല, വിയോഗമാണ്. ഈ പ്രകൃതിയിലൊരു നിയമമുണ്ട്. ഓരോ രാജ്യങ്ങളിലും ഓരോ നാട്ടിലും ഓരോന്നിനും ഓരോ നിയമമുള്ളതുപോലെ ഈ പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ നിയമവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ആണ് യോഗം അഭ്യസിക്കുന്നത്. ആ പ്രകൃതിക്കൊരു ചര്യയുണ്ട്. ആ ചര്യയുമായിട്ട് നമ്മൾ യോജിക്കുകയാണ് വേണ്ടത്. നമ്മൾ അതിനെതിരായിട്ട് നിൽക്കുമ്പോൾ അവിടെ വിയോഗം മാത്രമാണ് സംഭവിക്കുക, യോജിപ്പുണ്ടാകുന്നില്ല. യോഗം അവിടെ സംഭവിക്കുന്നത്